നമസ്കാരം. താരസംഘടനയായ അമ്മയുടെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മോഹൻലാൽ തിരികെ എത്തിയേക്കുമെന്നായിരുന്നു നേരത്തെ പുറത്തുവന്ന വാർത്തകൾ. അമ്മ പുതിയ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയെ കണ്ടെത്താനുള്ള തെരഞ്ഞെടുപ്പ് നടത്തില്ലെന്നും തെരഞ്ഞെടുപ്പില്ലാതെ മോഹൻലാലിനെ പ്രസിഡന്റായി ജനറൽ ബോഡി യോഗത്തിൽ തീരുമാനിച്ചേക്കുമെന്നും സൂചനയുണ്ടായിരുന്നു. എന്നാൽ കൊച്ചിയിൽ ചേർന്ന യോഗത്തിൽ കാര്യങ്ങൾ തലകീഴായി മറയുകയാണ് ചെയ്തത്. ഇതോടെ മലയാള സിനിമാ താരങ്ങളുടെ സംഘടനയായ അമ്മ ഭാരവാഹി തെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങുകയാണിപ്പോൾ. പ്രസിഡന്റ് സ്ഥാനത്ത് തുടരാനില്ലെന്ന് മോഹൻലാൽ വ്യക്തമാക്കിയതോടെയാണ് അമ്മ സംഘടന തെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങുന്നത്. ആഗസ്റ്റ് 15-നാണ് അമ്മയിൽ തെരഞ്ഞെടുപ്പ് നടക്കുക. മോഹൻലാൽ, മമ്മൂട്ടി, സുരേഷ് ഗോപി എന്നിവർ അമ്മയിൽ തീരുമാനങ്ങൾ എടുക്കാവുന്ന തരത്തിലുള്ള പ്രധാന സ്ഥാനങ്ങളിലേക്ക് എത്തും എന്നാണ് സംഘടനയുടെ വൈസ് പ്രസിഡന്റായ നടൻ ജയൻ ചേർത്തല വ്യക്തമാക്കുന്നത്. എന്നാൽ മോഹൻലാലോ മമ്മൂട്ടിയോ പ്രധാന സ്ഥാനങ്ങളിലേക്കോ മത്സരിക്കാൻ സാധ്യതയില്ലെന്നാണ് കരുതുന്നത്. മാത്രമല്ല, കേന്ദ്രമന്ത്രിയായ സുരേഷ് ഗോപിയും സംഘടനയുടെ തലപ്പത്തേക്ക് എത്തിയേക്കില്ല. ഇത്തവണ സ്ത്രീകളോ യുവതാരങ്ങളോ അമ്മയുടെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വരട്ടെ എന്നാണ് മോഹൻലാൽ അഭിപ്രായപ്പെട്ടത്. ഇതോടെ കുഞ്ചാക്കോ ബോബന്റെ പേരാണ് അമ്മ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ഉയർന്നു കേട്ടത്. മലയാള സിനിമയിലെ ജെന്റിൽമാനായി അറിയപ്പെടുന്ന കുഞ്ചാക്കോ ബോബൻ നേതൃത്വത്തിലേക്ക് വരുന്നതിനോട് സംഘടനയിൽ ആർക്കും താല്പര്യക്കുറവുമില്ല. എന്നാൽ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വരാൻ കുഞ്ചാക്കോ ബോബൻ താല്പര്യം പ്രകടിപ്പിച്ചിട്ടില്ല. മാത്രമല്ല, ടോവിനോ തോമസ്, നിവിൻ പോളി, പൃഥ്വിരാജ് പോലുള്ള യുവതാരങ്ങൾക്കും സംഘടനയുടെ നേതൃത്വം ഏറ്റെടുക്കാൻ താല്പര്യമില്ല. ഈ സാഹചര്യത്തിൽ മുതിർന്ന നടനും പൊതുസമ്മതനുമായ വിജയരാഘവന്റെ പേരും പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ഉയർന്നു വരുന്നുണ്ട്. സംഘടനയിലെ തന്നെ ചില താരങ്ങളാണ് വിജയരാഘവൻ നേതൃത്വത്തിലേക്ക് വരണമെന്ന് ആവശ്യപ്പെടുന്നത്. എന്നാൽ വിജയരാഘവനും ഈ ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ താല്പര്യം കാണിക്കുന്നില്ല എന്നാണ് വിവരം. അമ്മ പ്രസിഡന്റായി ഇക്കുറി ഒരു വനിത വരട്ടെ എന്നും സംഘടനയിൽ ശക്തമായ അഭിപ്രായമുണ്ട്. അമ്മ എക്സിക്യൂട്ടീവ് അംഗമായിരുന്ന നടി ശ്വേതാ മേനോന്റെ പേരാണ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ഉയർന്നു കേൾക്കുന്നത്. മത്സരിക്കുന്നതിനോട് ശ്വേതയ്ക്ക് പ്രത്യേകിച്ച് എതിർപ്പൊന്നും ഇല്ലെന്നാണ് സൂചന. നടി ആക്രമിച്ച കേസും ഹേമ കമ്മിറ്റി റിപ്പോർട്ടും സംഘടനയ്ക്ക് ഉണ്ടാക്കിയ ചീത്തപ്പേര് മാറ്റാൻ കൂടിയാണ് ഒരു സ്ത്രീയെ നേതൃസ്ഥാനത്തേക്ക് കൊണ്ടുവരാനുള്ള നീക്കത്തിലൂടെ താരസംഘടന ലക്ഷ്യമിടുന്നത്. നേതൃസ്ഥാനങ്ങളിലേക്ക് കൂടുതൽ സ്ത്രീകളെ എത്തിക്കുന്നതിന്റെ ഭാഗമായി നവ്യ നായരെ ജനറൽ സെക്രട്ടറി ആക്കുന്നതിനായുള്ള ശ്രമവും ഒരു വശത്ത് നടക്കുന്നുണ്ട്. ജനറൽ സെക്രട്ടറി ആയിരുന്ന നടൻ സിദ്ദിഖ് മീറ്റു ആരോപണം ഉയർന്നതിനെ തുടർന്നാണ് രാജിവെച്ചത്. ഈ സ്ഥാനത്തേക്ക് ബാബുരാജിനെ എത്തിക്കാൻ ഒരു വിഭാഗത്തിന് താല്പര്യമുണ്ട്. എന്നാൽ ബാബുരാജ് ജനറൽ സെക്രട്ടറി ആകുന്നതിനെ ശക്തമായി എതിർക്കുന്നവരും സംഘടനയിലുണ്ട്. നടി ആക്രമിച്ച കേസിൽ ദിലീപിന് നൽകിയ പിന്തുണയുടെ പേരിലാണ് താരസംഘടന ഏറ്റവും കൂടുതൽ ചീത്തപ്പേര് കേട്ടിട്ടുള്ളത്. അതിന്റെ പിന്നാലെ അമ്മയിൽ നിന്ന് ഭാവന, റിമ കല്ലിങ്കൽ, പാർവതി തിരുവോത്ത് എന്നിവർ രാജിവെച്ചിരുന്നു. രാജിവെച്ച നടിമാരുടെ നേതൃത്വത്തിൽ വിമൻ ഇൻ സിനിമ കളക്ടീവ് എന്ന പേരിൽ പുതിയ സംഘടനയ്ക്കും തുടക്കമിട്ടിരുന്നു. പുറത്തുപോയ നടിമാരെ തിരിച്ചു കൊണ്ടുവരാനുള്ള ഒരു നീക്കവും താരസംഘടന നടത്താതിരുന്നത് വലിയ വിമർശനത്തിന് ഇടയാക്കിയിരുന്നു. പുറത്തുപോയ നടിമാരെ സംഘടനയിലേക്ക് തിരിച്ചു കൊണ്ടുവരണമെന്ന് അമ്മയിൽ ഒരു വിഭാഗത്തിന്, പ്രത്യേകിച്ച് സ്ത്രീകൾക്ക്, അഭിപ്രായമുണ്ട്. പഴയ നേതൃത്വത്തിന്റെ നിലപാടുകളോട് കലഹിച്ച് പുറത്തുപോയവർക്ക് കൂടി സ്വീകാര്യമായിട്ടുള്ളതും വിശ്വാസ്യത ഉള്ളവരുമായ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയും പ്രസിഡന്റും ആയിരിക്കണം പുതുതായി വരാൻ പോകുന്നതെന്നാണ് ഇവർ ആഗ്രഹിക്കുന്നത്. അതേസമയം നേരത്തെ തന്നെ താരസംഘടനയായ അമ്മയുടെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ഇനി താനില്ല എന്ന ഉറച്ച നിലപാടിലായിരുന്നു മോഹൻലാൽ. ഇതോടെ അമ്മയെ നയിക്കാൻ ഇനി ആരാണ് എന്ന ചോദ്യമാണ് നിലനിൽക്കുന്നത്. യുവാക്കൾ നേതൃസ്ഥാനത്തേക്ക് വരട്ടെ എന്നാണ് മോഹൻലാൽ അടക്കം പല താരങ്ങളുടെയും അഭിപ്രായം. എന്നാൽ പൃഥ്വിരാജോ ഫഹദ് ഫാസിലോ ടോവിനോ തോമസോ പോലുള്ള യുവതാരങ്ങൾക്ക് അതിന് മുന്നോട്ട് വരുന്നില്ലെന്ന് സംവിധായകൻ ആലപ്പി അഷ്റഫും പറഞ്ഞിരുന്നു. മോഹൻലാലിന് പകരക്കാരനായി മറ്റൊരു നടന്റെ പേരാണ് ഉയർന്നിട്ടുള്ളതെന്നും യൂട്യൂബ് ചാനലിൽ പങ്കുവച്ച വീഡിയോയിൽ ആലപ്പി അഷ്റഫ് പറഞ്ഞിരുന്നു. ആലപ്പി അഷ്റഫിന്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു: അമ്മ എന്ന താരസംഘടനയിൽ വരുന്ന സെപ്റ്റംബർ 23-ാം തീയതി ഞായറാഴ്ച തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുകയാണ്. സ്ത്രീപീഡന കേസുകളിൽ ഇടിമിന്നലേറ്റ് മേൽക്കൂര തകർന്ന താരസംഘടനയ്ക്ക് പുനർജീവൻ കൊടുക്കാൻ വിളിച്ചു കൂട്ടിയതായിരുന്നു ജനറൽ ബോഡി യോഗം. മോഹൻലാൽ തന്നെ പ്രസിഡന്റ് സ്ഥാനത്ത് തുടരണമെന്നും കൊടിയ പീഡകരെ മാറ്റി നിർത്തി പുതിയ ആളുകളെ വെച്ച് സംഘടന തുടരുമെന്നായിരുന്നു പുറത്തുവന്ന വാർത്തകൾ. എന്നാൽ ഈ ധാരണകളൊക്കെ തകിടം മറിച്ചുകൊണ്ട് ഉറച്ച തീരുമാനവുമായി മോഹൻലാൽ രംഗത്തെത്തി. ഛർദ്ദിച്ചത് ഭക്ഷിക്കാൻ താൻ തയ്യാറല്ല. ജനാധിപത്യ മാർഗത്തിലൂടെ തെരഞ്ഞെടുപ്പ് നടക്കട്ടെ, അതുവരെ അഡ്ഹോക് കമ്മിറ്റി ഭരിക്കട്ടെ എന്നതായിരുന്നു ലാലിന്റെ നിലപാട്. ഈ ഉറച്ച നിലപാട് അഭിനന്ദനാർഹമാണ്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്ന് പലരുടെയും മുഖംമൂടി അഴിഞ്ഞു വീണപ്പോഴാണ് പലരും മാറി ചിന്തിക്കാൻ തുടങ്ങിയത്. മോഹൻലാലിനെ മുന്നിൽ നിർത്തിക്കൊണ്ടുള്ള മൂന്നാംകിട വൃത്തികെട്ട കളികളൊന്നും ഇനി നടക്കുമെന്ന് തോന്നുന്നില്ല. കാര്യങ്ങളെല്ലാം തിരിച്ചറിഞ്ഞ മോഹൻലാൽ അമ്പിനും വില്ലിനും അടുക്കാതെ ഉറച്ച തീരുമാനത്തിൽ നിൽക്കുകയാണ്. ജയൻ ചേർത്തലയും ബാബുരാജും ഒക്കെ സംഘടനയിൽ പുതിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ ശ്രമിക്കുന്നവരാണ്. 600-ലധികം അംഗങ്ങളുള്ള അമ്മയുടെ ജനറൽ ബോഡിയിൽ ഇക്കുറി പങ്കെടുത്തത് വെറും 300-ൽ പരം ആളുകൾ മാത്രമായിരുന്നു. എടുത്താൽ പൊങ്ങാത്ത ഗിഫ്റ്റുമായാണ് ഓരോരുത്തരും വീട്ടിൽ പോയത്. നടൻ ഷിജുവിന് ബുള്ളറ്റ്, അരിയാർക്ക് ഇലക്ട്രിക് സ്കൂട്ടർ, ഊർമിള ഉണ്ണിക്ക് 51-ഇഞ്ച് TV, മല്ലിക സുകുമാരന് ഐഫോൺ എന്നിവ ലഭിച്ചു. താരസംഘടനയിൽ കാര്യങ്ങൾ ഇപ്പോൾ പഴയതുപോലെയല്ല. പലരും അഭിപ്രായങ്ങൾ തുറന്നു പറയാൻ മുന്നോട്ട് വരുന്നുണ്ട്. ഇപ്രാവശ്യം കുറച്ച് നടിമാർ ചേർന്ന് ഒരു ധാരണ ഉണ്ടാക്കിയിരുന്നു. പീഡന കേസിൽ പ്രതിയായ സിദ്ദിഖ് ജനറൽ ബോഡിയിൽ പങ്കെടുത്താൽ ബോയ്ക്കോട്ട് ചെയ്യണമെന്ന്. ഇതാരെങ്കിലും ചോർത്തി കൊടുത്തത് കൊണ്ടാകാം സിദ്ദീഖിന്റെ സാന്നിധ്യം അവിടെ ഉണ്ടാകാതിരുന്നത്. ഇനിയും ബലിയേടാവാനും പഴി കേൾക്കുവാനും താൻ തയ്യാറല്ല എന്ന നിലപാടിലാണ് മോഹൻലാൽ. പുതിയ തലമുറയിലെ നടീനടന്മാർക്ക് ഈ സംഘടന ആവശ്യമില്ലേ എന്നാണ് ലാൽ ചോദിക്കുന്നത്. ഈ സംഘടനയ്ക്ക് സമൂഹത്തിൽ ചീത്തപ്പേര് ഉണ്ടാക്കി വെച്ചത് വളരെ ചുരുക്കം ചില
പുഴുക്കുത്തുകളുടെ അധികാരമോഹവും ധാർഷ്ട്യവും ഒക്കെയാണ്. അതിന് മറയാക്കിയത് മോഹൻലാലിനെയും മമ്മൂട്ടിയെയും. ഇതൊക്കെ മനസ്സിലാക്കിയത് കൊണ്ടാവാം കുഞ്ചാക്കോ ബോബനും ഫഹദ് ഫാസിലും ടോവിനോയും പൃഥ്വിരാജും നിവിൻ പോളിയും ഒന്നും നേതൃത്വം വഹിക്കാൻ മുന്നോട്ട് വരാത്തത്. ഇതിൽ കുഞ്ചാക്കോ ബോബനൊഴികെ ബാക്കി ആരും തന്നെ ജനറൽ ബോഡിയിൽ പോലും പങ്കെടുക്കാറില്ല. സംഘടനയിൽ നേതൃത്വം വഹിക്കാൻ പറ്റുന്ന ഒരാളെന്ന നിലയിൽ ഉരുത്തിരിഞ്ഞ് വന്നിരിക്കുന്ന പേര് കുഞ്ചാക്കോ ബോബന്റേതാണ്. അദ്ദേഹം അതിന് തയ്യാറാകുമോ എന്നത് കണ്ടറിയണം. സ്വന്തമായി നിലപാടുള്ള കാര്യങ്ങൾ തുറന്നു പറയുന്ന വ്യക്തിയാണ് കുഞ്ചാക്കോ ബോബൻ. ജനറൽ ബോഡി യോഗത്തിൽ ഇടവേള ബാബു ചില പണസംബന്ധമായ കണക്കുകളിൽ അവിശ്വാസം രേഖപ്പെടുത്തിയിരുന്നു. ഇടവേള ബാബു വരുത്തിവെച്ച ബാധ്യതകൾ സെറ്റിൽ ചെയ്ത കണക്കുകളാണെന്ന് ബാബുരാജ് മറുപടി കൊടുത്തു. അതോടെ ബാബു കട്ടയും പടവും അടക്കി മുങ്ങി എന്നാണ് അറിവ്. പണത്തിന് യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാത്ത താരസംഘടനയാണ് അമ്മ. സ്പോൺസർഷിപ്പിന് ഒരു ബുദ്ധിമുട്ടുമില്ല. കഴിഞ്ഞ കുടുംബസമൂഹത്തിന് 2 കോടിയാണ് സ്പോൺസർഷിപ്പ് ലഭിച്ചത്. അതിലൊരു കോടിക്കടുത്ത് അവർ ചിലവഴിക്കുകയും ബാക്കി ചികിത്സാ സഹായ നിധിയിലേക്ക് മാറ്റുകയും ചെയ്തു. ഇച്ഛാശക്തിയുള്ള ശക്തമായ നേതൃത്വമാണ് അമ്മയ്ക്ക് ആവശ്യം. അല്ലാതെ പാവപ്പെട്ട നടിമാർ മെമ്പർഷിപ്പിന് വേണ്ടി സമീപിക്കുമ്പോൾ കിടക്ക പങ്കിടണമെന്ന് ആവശ്യപ്പെടുന്ന പുഴുക്കുത്തുകളെ അല്ല. അത്തരം ക്രിമിനൽസിനെ അകറ്റി നിർത്തി അമ്മ എന്ന സംഘടന ശക്തമായി കെട്ടുറപ്പോടെ നിലകൊള്ളട്ടെ എന്നാണ് ആലപ്പി അഷ്റഫ് പറഞ്ഞത്. അതേസമയം പ്രസിഡന്റാകാൻ താനില്ലെന്നാണ് മോഹൻലാലിന്റെ തീരുമാനം. ഇത് അമ്മ അംഗങ്ങളെ ഞെട്ടിക്കുന്ന ഒരു സംഭവമായിരുന്നു. മോഹൻലാൽ പ്രസിഡന്റാകണമെന്നാണ് അമ്മ അംഗങ്ങൾ ഒരേ സ്വരത്തിൽ യോഗത്തിൽ ആവശ്യപ്പെട്ടത്. പരിപാടിയിൽ പ്രസംഗിച്ച് 20ഓളം താരങ്ങൾ മോഹൻലാൽ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് തിരിച്ചു വരണമെന്ന് വാദിച്ചു. എന്നാൽ തീരുമാനത്തിൽ മാറ്റമില്ലെന്ന് മോഹൻലാലും വ്യക്തമാക്കി. ഇതോടെ അമ്മ ജനറൽ ബോഡി യോഗത്തിൽ നാടകീയ സംഭവവികാസങ്ങളാണ് അരങ്ങേറിയതെന്നാണ് റിപ്പോർട്ട്. മോഹൻലാൽ തന്നെ പ്രസിഡന്റാകണമെന്ന് ആവശ്യപ്പെട്ട അംഗങ്ങൾ പ്രതിഷേധം ഉയർത്തിയിരുന്നു. മാത്രമല്ല ചില താരങ്ങൾ വൈകാരികമായും പ്രതികരിച്ചു എന്നാണ് റിപ്പോർട്ട്. യോഗത്തിൽ പ്രസംഗിച്ച നടന്മാരായ സുരേഷ് ഗോപി, ബൈജു സന്തോഷ് അടക്കമുള്ളവർ മോഹൻലാൽ തന്നെ പ്രസിഡന്റായി വരണമെന്ന് ആവശ്യപ്പെട്ടതായാണ് വിവരം. മോഹൻലാലിനെ പോലെ ഒരു ഗജവീരനാണ് സംഘടനയെ നയിക്കേണ്ടതെന്നായിരുന്നു സുരേഷ് ഗോപിയുടെ വാക്കുകൾ. മോഹൻലാൽ പ്രസിഡന്റ് സ്ഥാനത്ത് തുടരണമെന്നുള്ളവർ കൈ ഉയർത്താൻ നടൻ ബൈജു സന്തോഷ് ആവശ്യപ്പെട്ടപ്പോൾ എല്ലാ അംഗങ്ങളും കൈ ഉയർത്തുകയായിരുന്നു. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവന്നതിന് പിന്നാലെയാണ് അമ്മ നേതൃത്വത്തിന്റെ കൂട്ടരാജി ഉണ്ടായത്. ജനറൽ സെക്രട്ടറിയായിരുന്ന നടൻ സിദ്ദിഖിനെതിരെയും ബാബുരാജിനെതിരെയും അടക്കം ലൈംഗികാരോപണം ഉയർന്നു. ഈ ഘട്ടത്തിലായിരുന്നു രാജി. പ്രസിഡന്റ് സ്ഥാനം മോഹൻലാൽ രാജിവെച്ചു. എക്സിക്യൂട്ടീവ് കമ്മിറ്റി പിരിച്ചുവിട്ട് പകരം രൂപീകരിച്ച അഡ്വോ കമ്മിറ്റിയാണ് നിലവിൽ സംഘടനയെ നയിക്കുന്നത്. തെരഞ്ഞെടുപ്പ് കൂടാതെ ഈ കമ്മിറ്റിയെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയായി ഉയർത്തുമെന്നായിരുന്നു റിപ്പോർട്ടുകൾ. മാത്രമല്ല ജോയിന്റ് സെക്രട്ടറിയായ ബാബുരാജിനെ ജനറൽ സെക്രട്ടറി ആക്കിയേക്കെന്നും സൂചനയുണ്ടായിരുന്നു. എന്നാൽ മോഹൻലാൽ പ്രസിഡന്റ് ആകാനില്ലെന്ന് തീരുമാനിച്ചതോടെ സംഘടനയിൽ തെരഞ്ഞെടുപ്പ് നടത്താൻ തീരുമാനമായി. 3 മാസം കൂടി അഡ്വോ കമ്മിറ്റി പ്രവർത്തനം തുടരും. അതിനുശേഷം സംഘടന തെരഞ്ഞെടുപ്പിലേക്ക് പോകും. പ്രസിഡന്റ് സ്ഥാനത്തേക്ക് യുവതാരങ്ങളോ സ്ത്രീകളോ വരട്ടെ എന്നാണ് മോഹൻലാലിന്റെ നിലപാട്. എക്സിക്യൂട്ടീവ് കമ്മിറ്റി പിരിച്ചുവിട്ട സാഹചര്യം ഇപ്പോഴും നിലനിൽക്കുന്നത് കൊണ്ട് തെരഞ്ഞെടുപ്പ് നടത്തി ഭാരവാഹികളെ കണ്ടെത്തുന്നതാണ് നല്ലതെന്നാണ് മോഹൻലാൽ വ്യക്തമാക്കിയിരുന്നത്. അതേസമയം പ്രസിഡന്റ് സ്ഥാനം ഏറ്റെടുക്കാൻ മോഹൻലാലിന് മേൽ കടുത്ത സമ്മർദ്ദമാണുള്ളത്. തെരഞ്ഞെടുപ്പിന് ഇനിയും സമയമുണ്ടെന്നും മത്സരിക്കണോ വേണ്ടയോ എന്നുള്ള കാര്യം പിന്നീട് തീരുമാനിക്കാമെന്നുമാണ് അവസാനം മോഹൻലാൽ പറഞ്ഞത്. ഇന്നലെ കൊച്ചിയിൽ ചേർന്ന അമ്മ ജനറൽ ബോഡി യോഗത്തിൽ നടന്മാരായ മമ്മൂട്ടി, പൃഥ്വിരാജ്, ഫഹദ് ഫാസിൽ, നിവിൻ പോളി എന്നിവർ പങ്കെടുത്തിരുന്നില്ല. അസുഖബാധിതനായി ചികിത്സയിലായതുകൊണ്ടാണ് മമ്മൂട്ടി പങ്കെടുക്കാതിരുന്നത്. പുതിയ ഭാരവാഹികളെ തെരഞ്ഞെടുക്കാത്തത് കൊണ്ട് സിനിമാ സെറ്റിൽ ലഹരി ഉപയോഗം, താരങ്ങളുടെ ഉയർന്ന ശമ്പളം അടക്കമുള്ള വിഷയങ്ങളിൽ നിർമ്മാതാക്കളുടെ സംഘടന നൽകിയ കത്ത്, മുതിർന്ന താരങ്ങൾക്ക് നൽകുന്ന കൈനീട്ടം അടക്കമുള്ള വിഷയങ്ങൾ അമ്മ യോഗത്തിൽ ചർച്ചയായില്ല. പുതിയ ഭരണസമിതി അധികാരം ഏറ്റെടുത്തതിന് ശേഷമായിരിക്കും ഈ വിഷയങ്ങളിൽ ചർച്ചയും തീരുമാനങ്ങളും ഉണ്ടാവുന്നത്. You're watching me on metromatney.com. on metromatney.com. metromatney.com. Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.